أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر له وارحمه مرحوم أبينا محمد نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعسله بالماء والثلج والبرد ونقيه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ച് ഇങ്ങനെയൊരു മജ്ലിസ് നടത്തുന്നത് നമ്മുടെ എല്ലാം പിതാവായ അബീന മർഹൂം മുഹമ്മദ് നവ്വറല്ലാഹു മർഖദ വന്യപിതാവിൻ്റെ ആണ്ടിൻ്റെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുമ്പോൾ വ്യത്യസ്തമായ ഭാഗത്തു നിന്നും ഒരേ സമയം നമ്മുടെ പിതാവിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ പുറമെ അത് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ചാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം ഷഫാഅത്ത് നൽകാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ എല്ലാം നേതാവായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് ഇങ്ങനെ ഒരു മജ്ലിസ് വന്യപിതാവിൻ്റെ പേരിൽ വെച്ച് നടത്തുമ്പോൾ അൽഹംദുലില്ലാഹ്, ആ ഉപ്പയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ നിമിഷം തന്നെയാണിത്. ആ ഉപ്പയ്ക്ക് വേണ്ടി കുറഞ്ഞ സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നതെങ്കിലും പരിശുദ്ധ മദീന മുനവ്വറയിലായതുകൊണ്ട് 1,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ചാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ മജ്ലിസിനും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്കും വലിയ ഖൈർ തന്നെയാണ്. നിങ്ങളുടെ ഓരോ നിമിഷവും ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ മജ്ലിസിൽ നിന്നും കേട്ടുകൊണ്ട് ഓതുന്ന ഖുർആൻ പാരായണവും ദിക്റുകളും ആമീനും തീർച്ചയായും നിങ്ങൾ മദീന മുനവ്വറയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തതിൻ്റെയും ദിക്റ് ചൊല്ലിയതിൻ്റെയും പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാൻ ഈ മജ്ലിസ് കാരണമാകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം മരിക്കേണ്ടവരാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തോ അതെല്ലാം നമ്മുടെ ഖബറിൽ കാണിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ച് ഖബറിൽ ചെല്ലുമ്പോൾ നമുക്കൊരുപാട് നന്മകൾ ലഭിക്കുന്ന സമ്പത്തുകളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ പ്രിയപ്പെട്ട ഉപ്പയെ കാണുന്നില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഒരു നേരം പോലും ഒരു നിമിഷം പോലും ആ ഉപ്പയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ സ്വന്തം ഉപ്പയെപ്പോലെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട്
കണക്കുകളില്ലാതെ പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ പോയി ആദരവായ സലാം സമർപ്പിക്കുമ്പോൾ കയ്യിലുള്ള ഫയലുകളിൽ എഴുതപ്പെട്ട ഓരോ പേരുകളും ഉന്നയിച്ചുകൊണ്ട് ദുആരക്കുമ്പോൾ ഉപ്പയെ അനുസ്മരിക്കാതെ പോയിട്ടില്ല. അൽഹംദുലില്ലാ, ഇതൊക്കെ ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഇന്നുവരെ കാണാത്ത ഉപ്പയെക്കുറിച്ച്, അതും പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ഓർക്കപ്പെടുമ്പോൾ ഇതുപോലെ നമ്മളും നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഒരു ദിക്റോ ഖുർആനോ ഒരു സൽക്കർമ്മമോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കാനും നമ്മളെ നന്മയ്ക്ക് വേണ്ടി സ്വതക്കകളും ഹദിയകളും ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണങ്ങളും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തരമായ സമ്മാനം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ആ ഉപ്പയുടെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് ഇതുപോലുള്ള മജ്ലിസുകളും. ആ ഉപ്പയുടെ 40 ആണ്ടുകളുമൊക്കെ പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അൽഹംദുലില്ലാ, ആ ഉപ്പയ്ക്ക് വേണ്ടി മരുമക്കൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഈ പരിശുദ്ധ മദീന മുനവ്വറയിൽ നടക്കുന്ന ഔദ്യോഗികമായ മജ്ലിസ് മുൻനിർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എല്ലാ കാര്യങ്ങളും നീ സ്വീകരിക്കുകയും ആ ഉപ്പയ്ക്ക് സന്തോഷം നൽകാൻ ഇത് കാരണമാവുകയും ആരെല്ലാം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ അതിൻ്റെ എല്ലാം പ്രതിഫലം അല്ലാഹുവേ ആ ഉപ്പയ്ക്ക് നൽകുന്നതോടൊപ്പം ചെയ്യപ്പെട്ടവരുടെ എല്ലാ മുറാദുകളും ഹാസുലാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഉപ്പയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ മദീന മുനവ്വറയിൽ ചെയ്ത ഖുർആൻ വഖഫും സാധുക്കൾക്ക് നൽകിയ ദാനധർമ്മങ്ങളും എല്ലാം വലിയ അമലായി സ്വീകരിച്ച് ആ ഉപ്പയിലേക്ക് ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാൻ ഈ മജ്ലിസ് വലിയൊരു സബബാക്കണം റഹ്മാനെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഉപ്പാക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ഈ മജ്ലിസ് കഴിയും വരെയും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ചൊല്ലിത്തരുന്ന ദിക്റുകൾ ഏറ്റിച്ചൊല്ലി യാസീൻ പാരായണം നടത്തി മൗലിദുകളിൽ കേട്ടിരുന്ന് നല്ല ഹൃദയസ്പർശിയോടുകൂടി ആമീൻ പറഞ്ഞാൽ തീർച്ചയായും ആ ഉപ്പ നിങ്ങളെക്കൊണ്ട് സന്തോഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ ഇവിടെ വെച്ച് നിർത്തുക. നിങ്ങൾക്ക് എപ്പോഴാണോ പരിപൂർണമായും കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടാൽ മതിയാകും. പക്ഷേ കേൾക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ പോയി അവിടുത്തെ സമ്മതപ്രകാരം അല്ലെങ്കിൽ അവിടുത്തെ അനുവാദത്തോടുകൂടി തുടങ്ങുന്ന മജ്ലിസുകളാണിത്. അതിൻ്റെതായ പ്രത്യേകതയും മഹത്വവും ഉണ്ടാകും. പ്രത്യേകിച്ച് എൻ്റെ മജ്ലിസ് കേൾക്കുന്നവർ കുടുംബത്തിലോ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ യാദൃശ്ചികമായി കിട്ടിയവരിലോ ആരെങ്കിലുമാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ മുറാദുകളും ഞാൻ മനസ്സിൽ കരുതിയാണ് ദുആരക്കുന്നത്. അപ്പോൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഖൽബിലെ നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അതിലേറെ മുറാദുകളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ നീയത്തും നിങ്ങളുടെ ആമീനും നിങ്ങളുടെ ഖുർആൻ പാരായണവും അത് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉപ്പയുടെ സഹധർമ്മിണിയായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവേ, ഹലീമ ഉമ്മ, അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും സലാമത്തും നീ നൽകണേ അല്ലാഹ്. അവരുടെ ആത്മാർത്ഥമായ ഇഖ്ലാസിൻ്റെ വറഇൻ്റെ അവിടുത്തെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനങ്ങൾ ആ ഉപ്പയെ ഒരുപാട് സന്തോഷിക്കുന്നത് പോലെ ഇനിയും ഒരുപാട് സന്തോഷിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഫിയത്തും ആരോഗ്യവും സലാമത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മക്കളിലും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് കുടുംബങ്ങളിലേക്കും അതുപോലെ ഈ മജ്ലിസിൻ്റെ ലിങ്ക് വേണ്ടപ്പെട്ടവരിലേക്കും എത്തിച്ചു കൊടുത്ത് നമ്മുടെ ഒരു ഷെയർ കാരണം നമ്മുടെ കുടുംബത്തിലെല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഒരു യാസീനെങ്കിലും ഒരു 100 ദിക്റെങ്കിലും ആ ഉപ്പയുടെ ഖബറിൽ എത്തിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്കും കൂടി വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമുക്കൊരുപാട് തിരക്കുള്ളവരാണ്. എല്ലാ തിരക്കുകൾക്കിടയിലും നമുക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ണേറുകളും ഷർറുകളും ബല മുസീബത്തുകളുമൊക്കെ അത് സ്വാഭാവികമാണ്. അൽ ഐനു ഹഖുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണേറെന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ തന്നെ അസൂയകളും മറ്റു പ്രശ്നങ്ങളും എല്ലാം സത്യമായ കാര്യമാണ്. ഈ ഒരു മജ്ലിസ് കൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ എല്ലാ കാര്യത്തിലും ഈ മജ്ലിസ് കൊണ്ട് വലിയ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടുകൂടി മജ്ലിസിൽ പങ്കെടുക്കുക. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ പോയി സലാം സമർപ്പിച്ചുകൊണ്ടുള്ള ദുആയും കൂടിയാണ്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഈ ചെറിയ അമൽ സ്വീകരിച്ച് മഖ്ബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മദീന സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ റജബ് മാസത്തിൻ്റെ മഹത്വം അത് റമളാൻ പോലെ ഉള്ള മഹത്വമാണ്. ഷഅബാനും റമളാൻ പോലെയുള്ള മഹത്വമാണ്. ഇന്ന് നമ്മുടെ അടുക്കലേക്ക് ഇന്നു മുതൽ ഏതാനും മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പരിശുദ്ധ റജബിലേക്ക് കടന്നെത്താനുള്ളത്. ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തീങ്ങളായ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു മഹത്തരമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇബാദത്തുകളുമായി, നല്ല നല്ല സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കയറിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി മുന്നേറുന്നവരുമുണ്ടാകും. എൻ്റെ ഈ ഒരു പറച്ചിൽ കൊണ്ട് ചെറിയൊരു മാറ്റമെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയം തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ കൊണ്ടും നല്ല അദ്കാറുകൾ കൊണ്ടും ജീവിതം ചിട്ടയുള്ളതാക്കാനുള്ള ടൈം ടേബിളുകൾ ശരിയാക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റജബ് ഒന്നായാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു തിട്ടപ്പെടുത്തൽ വേണം. ഏറ്റവും കൂടുതൽ യാസീൻ പാരായണവും ദിക്റുകളും ഫാത്തിഹയും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും, അതുപോലെ തന്നെ ഖത്മുൽ ഖുർആൻ കഴിഞ്ഞ ഓരോ റമദാനുകളും എടുത്തു നോക്കുക. ഒരു ഖത്മെങ്കിലും തീർക്കാൻ കഴിയാത്തവർ നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ റജബ് മാസം മുതൽ നിങ്ങൾ ഓതിക്കോളൂ. റമദാൻ 30 ആകുമ്പോഴേക്കും ഒരു ഖത്മ് നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് മജ്ലിസിലേക്ക് കടക്കുകയാണ്. നല്ല അതോടുകൂടി അതിനായിട്ട് തന്നെ ഇരുന്നാൽ അതിൻ്റെ ബറക്കത്തും ഫലവും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ ഭർത്താവിന് ലഭിക്കും, നിങ്ങളുടെ മക്കളിൽ ലഭിക്കും, ഭർത്താവിൻ്റെ ജോലിയിൽ ലഭിക്കും, നിങ്ങളുടെ വീടിന് ലഭിക്കും, നമ്മുടെ ആത്മാവിന് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب
فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم. قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالأرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون.
قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم منا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسم منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلات عظمت إن الكبائر في العثران كالأمام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي يقسمها تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجاء غير منعكس لديك واجعل حسابي غير منخرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينحزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة
منك دائمات على النبي بمون هل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذابا للباني ريح الصبا وأطراب العيسى بالعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ ഉപ്പയുടെ പേരിൽ പരിശുദ്ധ മദീന മുനവ്വറയിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സൽക്കർമ്മങ്ങളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഹൃദയസ്പർശിയോടുകൂടി ഓരോ ദിക്റുകളും ഹൃദയത്തിൽ നിന്നും എടുത്തു ചൊല്ലി യാസീൻ പാരായണം ചെയ്ത് മൗലിദുകൾ കേട്ടിരുന്നു ഏറ്റുചൊല്ലിയവർ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഈ ഇരുത്തം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നിങ്ങളുടെ വകയിലായിട്ടുള്ള പ്രിയപ്പെട്ട വന്യപിതാവിന് വേണ്ടിയുള്ള ഏറ്റവും മഹത്വമേറിയ സമ്മാനമാണ് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ പോയി അവിടുത്തെ തിരുഹളറത്തിൽ പോയി സലാം സമർപ്പിച്ചു
ഉപ്പാക്ക് വേണ്ടി ഇങ്ങനെ ഒരു മജ്ലിസ് നടക്കുന്ന സന്തോഷം 2 ദിവസങ്ങളായി അറിയിച്ചു കൊണ്ടേയിരുന്നു. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിൽ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ തിരുനോട്ടം പ്രതീക്ഷിക്കുന്നു യാ ഹബീബല്ലാഹ് എന്ന് പറയുമ്പോൾ തീർച്ചയായും മുത്തുനബി തങ്ങൾ നോക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. മുത്തുനബി തങ്ങൾ ഓരോരുത്തരുടെയും നീയത്തിലേക്കും ഇഖ്ലാസിലേക്കും മനസ്സിലെന്തൊക്കെ കരുതുന്നോ അതെല്ലാം കണ്ട് സന്തോഷിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുറാദുകൾക്കും ഈ മജ്ലിസ് പരിഹാരം കൂടിയാണെന്ന് മറ്റൊരു സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മക്കളുണ്ട്, മരുമക്കളുണ്ട്, ചെറുമക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ഉപ്പയെക്കുറിച്ചറിയാത്ത പലരും ഈ മജ്ലിസിൽ എനിക്കും പങ്കെടുക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസ് ഇന്ന് കേൾക്കുന്നവരുണ്ടാകും, ഇനി ഒരാഴ്ച കഴിഞ്ഞാലും ചിലപ്പോൾ 1 മാസം കഴിഞ്ഞാലും കേൾക്കുന്നവരുണ്ടാകും. അവർക്കെല്ലാം ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യുന്ന എല്ലാ ദുആകളും പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നുള്ള ദുആ ആയി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നിയ്യത്തിലേക്കും നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും ഇത് ഫലവത്താകും. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതെൻ്റെ മഹത്വമല്ല, ഈ വിനീതൻ മുത്തുനബി തങ്ങളെ ഹദറത്തിൽ പോയി പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ മണ്ണിൽ വെച്ച് നടത്തുന്ന മജ്ലിസിൻ്റെ പവർ മാത്രമാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത് ആമീൻ പറയുന്നവരുടെ ആമീനുകൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് ദുആ ചെയ്യുന്ന പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയ്യത്തുകൾ ഖബൂൽ ചെയ്യട്ടെ. ആത്മാർത്ഥമായി ആമീൻ പറയുക. എഴുന്നേറ്റിരുന്നു കൊണ്ട് തന്നെ ആമീൻ പറയുക. ശ്രദ്ധ ഇതിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഞാനൊരു മജ്ലിസിലാണ് ഇരിക്കുന്നതെന്ന മനോഭാവത്തോടുകൂടി നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ഈ പരിശുദ്ധ മദീനയിലുള്ള മലാകമാരുടെ കണ്ണുകൾ നിമിഷം കൊണ്ട് യാത്ര ചെയ്യാതെ നമ്മളിലേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് വളരെ ദൂരങ്ങളൊന്നും ആവശ്യമില്ല. അല്ലാഹു അത്രമേൽ അവർക്ക് വലിയ നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم اغفر له وارحمه مرحوم بنا محمد نور الله مرقده واعف عنه وعافيه وأكرم نزله ووسع مدخله واعثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين. والحمد لله رب العالمين. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതുമായ
ഖുർആനുകളും ദിക്റ് മൗലിദുകളും റബ്ബേ നസീഹത്തുകളുമെല്ലാം ആ ഉപ്പയുടെ ഖബറിലേക്ക് നിന്റെ പ്രതിഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണേ അല്ലാ. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഉപ്പയ്ക്ക് സന്തോഷമുള്ളൊരു മജ്ലിസായി നീ കബൂലാക്കണം റഹ്മാനെ. ഉപ്പയുടെ ഖബർ ജീവിതം സന്തോഷമാകാൻ ഈ വിനീതൻ ചെയ്ത അവിടുത്തെ സഹധർമ്മിണിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹലീമ ഉമ്മ ഓതിയതും പറഞ്ഞതുമായ എല്ലാ സൽക്കർമ്മങ്ങളുൾപ്പെടെ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ അഹ്ലുകാറു ബന്ധുമിത്രാദികൾ സ്വലാത്തിൻ്റെ അഹ്ലുകാറും ഓതി വച്ചിരിക്കുന്ന ഖത്മുൽ ഖുർആനും യാസീനും ഫാത്തിഹയും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും എല്ലാം ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് റബ്ബേ, ഞങ്ങളുടെ മഹത്തായ അഹ്ബാബിൽ മുസ്തഫ എന്ന മഹത്തായ കൂട്ടായ്മയിൽ റബ്ബേ, ആയിരക്കണക്കിന് ആളുകൾ ദൈനംദിനം സ്വലാത്ത് ചൊല്ലിത്തരുന്നവർ, പ്രതിമാസം കോടിക്കണക്കിന് സ്വലാത്തുകളാണ് മഹത്തായ കൂട്ടായ്മയിലൂടെ ഒഴുകി വരുന്നത്. അല്ലാഹുവേ, ആ മഹത്തായ കൂട്ടായ്മയിൽ പരിശുദ്ധ റജബിലും ഷഅബാനിലും കഴിഞ്ഞ റമദാനിലും അല്ലാഹുവേ ഓതിവെച്ച ഖത്മുൽ ഖുർആൻ, അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തു യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറും ഈ മജ്ലിസിൽ വെച്ച് ആ ഉപ്പയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹുവേ, അതെല്ലാം ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. 1000-ൽ പരം വരുന്ന ഖത്മുൽ ഖുർആൻ നിലവിലുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഫാത്തിഹയും ഇഖ്ലാസുമുണ്ട്. അല്ലാഹുവേ, ലക്ഷത്തിനടുത്ത് വരുന്ന മുൽക്കും അതുപോലെ തന്നെ സൂറത്തു യാസീനുമുണ്ട്. കോടിക്കണക്കിന് ദിക്റും ഇസ്തിഗ്ഫാറുമുണ്ട്. ആയിരക്കണക്കിന് ഉമ്മമാർ, സഹോദരിമാർ, മുത്തുനബി തങ്ങളുടെ പേരമക്കളടക്കം ഓതിവെച്ച ഹദിയകളാണ്. അല്ലാഹുവേ, ആ ഹദിയകൾ ഞങ്ങളുടെ ഈ മഹത്തായ കൂട്ടായ്മയിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും ഇനി മരിക്കാൻ പോകുന്നവർക്കും അവരുടെ ആണ്ടിലേക്കുമൊക്കെ ഓതിവച്ചിരിക്കുന്ന ഹദിയാണ് റഹ്മാനെ. നീ അതെല്ലാം ആ ഉപ്പയുടെ ഖബറിടം വിശാലമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്വന്തം ഉമ്മയ്ക്ക് തുല്യമായ മഹത്തായ സ്വലാത്തു കൂട്ടായ്മയുടെ നേതൃത്വമായ ഹബീബരായ മുത്തുനബി തങ്ങളുടെ സേവകിയായി ആത്മാർത്ഥതയോടുകൂടി ശാരീരികമായ മാനസികമായ പ്രയാസങ്ങളെയും അതിജയിച്ചുകൊണ്ട് റബ്ബേ, അവർ ഒരുപാട് പേരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ആ ഉപ്പയുടെ ഖബർ ജീവിതം വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹത്തായ കൂട്ടായ്മയിലും ഒരംഗമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണം റഹ്മാനെ. ആ ഉമ്മയ്ക്ക് ഇനിയും ദീർഘകാലം ഹബീബരായ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, സ്വലാത്തിനു വേണ്ടി ഒരുപാട് ഖിദ്മ ചെയ്ത് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന ഉമ്മയെന്ന പദവി നൽകി നാളെ സ്വർഗത്തിൽ സ്വലാത്തിലൂടെ അവിടുത്തെ ഭർത്താവായ ഞങ്ങളുടെ പിതാവിൻ്റെ
അടുക്കലേക്ക് ചെല്ലാനും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇങ്ങനെ ഒരു മഹത്തായ സൽക്കർമ്മങ്ങൾക്കും അതുപോലെ ഒരുപാട് ഖൈറുകളും ചെയ്യാൻ അവസരമൊരുക്കിയ പ്രിയപ്പെട്ട ഉമ്മ ഹബീബ അല്ലാഹുവേ ആയിത്താക്കു നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ദീർഘായുസ്സു നീ നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളുടെ പൊരുത്തം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഇതിൻ്റെ എല്ലാം പ്രതിഫലം അവർക്കും അവരുടെ ഭർത്താവിനും സലിം ദാരിമി ഉസ്താദിനും നീ നൽകണേ അല്ലാ. മാനവറുകളുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നീ നൽകണം റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരെല്ലാമുണ്ടോ അവരുടെ മനസ്സിൽ എന്തെല്ലാമാണോ ഉള്ളത് ഈ പരിശുദ്ധ മദീന മുനവ്വറയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ മനസ്സിലെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ആരാണ് മദീനയിൽ ഒരുപാട് നാളുകൾ വസിക്കണമെന്ന് കൊതിക്കാത്തത് അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നീ നിറവേറ്റിക്കൊടുക്കണേ അല്ലാ. മഖ്ബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബി തങ്ങളെ കാണാനുതകുന്ന ഖൽബാക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് എല്ലാ ആണ്ടിലും മജ്ലിസുകൾ നടത്താനും ഖുർആൻ വഖഫ് ചെയ്യാനും അല്ലാഹുവേ സ്വതഖ നൽകാനും പാവങ്ങളുടെ കണ്ണീരൊപ്പാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീനയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാവങ്ങളോടുള്ള സ്നേഹം അത് മുത്തുനബി തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാണ്. 50ഉം 60ഉം വർഷങ്ങളായി മദീനയോടുള്ള സ്നേഹം കൊണ്ട് നാടും കൂടുമെല്ലാം വിട്ടെറിഞ്ഞ് മുത്തുനബി തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എത്രയോ വയോവൃദ്ധരായ ഉപ്പമാരുണ്ട് റഹ്മാനെ. ഖുർആനുമായി 24 മണിക്കൂറും ഹറമിൽ ചെലവഴിക്കുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ കരങ്ങളിലേക്ക് വെക്കുന്ന നന്മകൾ അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പയെ സന്തോഷിപ്പിക്കണേ അല്ലാ. സ്വതഖ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല അല്ലാഹുവേ. അസ്സദഖത്തു റദ്ദുൽ ബലാ മുസീബത്തിനെ തട്ടി നീക്കുന്ന കാര്യമാണ് അല്ലാഹുവേ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ സ്ഥാപിക്കുന്ന ഖുർആൻ അത് റൗള ഷരീഫിനോടടുത്ത് 24 മണിക്കൂറും ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്ഥാപിക്കുന്ന ഖുർആനിൻ്റെ ഈരടികൾ ആ ഉപ്പയ്ക്കെന്നും സന്തോഷമാക്കണേ അല്ലാ. ലോകത്തെവിടെയും കിട്ടാത്ത മനോഹരമായ നിമിഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ. ആ പരിശുദ്ധ റൗള ഷരീഫിലുള്ള ഓരോ ഖുർആനിൻ്റെ വചനത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നീ റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. പടച്ചവനെ പ്രിയപ്പെട്ട ഹലീമ ഉമ്മയുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അവർ ഏൽപ്പിച്ച എല്ലാ ദുആ വസിയത്തുകളും ഈ മജ്ലിസിൽ ഉൾപ്പെടുത്തുന്നു. നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ആ മക്കളുടെ ഖൽബ് നീ എന്നും പ്രകാശമാക്കണേ അല്ലാ. അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവരുടെ സകല മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദീനയിൽ നിന്നുള്ള ശക്തമേറിയ നൂറായ ബറക്കത്ത് അവർക്ക് നീ നൽകണേ അല്ലാ. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. റാഹത്തിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. ഇതെല്ലാം അവസാനിക്കുന്ന ഒരു കാലം വരുമ്പോൾ പടച്ചവനെ ഞങ്ങൾ ജീവിച്ചിരുന്ന സമയം ആഫിയത്തോടു കൂടിയിരുന്ന സമയം ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് നാളേക്ക് മുതൽ കൂട്ടാവുക. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണം റഹ്മാനെ.
പടച്ചവനെ മഖ്ബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹലീമ ഉമ്മയുടെയും പ്രിയപ്പെട്ട ഉപ്പയുടെയും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നിരവധി പേരുണ്ട്. അവരുടെയെല്ലാം ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ ഉമ്മയുടെ കൈകാല് വേദന നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, നിന്റെ ഷിഫയല്ലാതൊരു ഷിഫ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ ഉമ്മയെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നു. ആ ഉമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ദ്വാരക്കുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മ ഓതി പറയുന്നതിൻ്റെ ബറക്കത്ത് ഞങ്ങൾക്കും ലഭിക്കുന്നു. ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ഉമ്മ റബ്ബേ ഓരോ ഔറാദുകൾക്ക് ശേഷം ഇരുകരങ്ങളും നീട്ടി ദ്വാരക്കുന്നത് ഈ മദീന മുനവ്വറയുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ. കൈ കാലുവേദന, മുട്ടുവേദന, വയറുവേദന, തലവേദന, ഓപ്പറേഷൻ സംബന്ധമായ നിലക്കാത്ത വേദന, നെഞ്ചുവേദന, അപസ്മാരം, റബ്ബേ പടച്ചവനെ ട്യൂമർ രോഗം കൊണ്ടും അതുപോലെ ക്യാൻസർ രോഗം കൊണ്ടും വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. വയറ് സംബന്ധമായ രോഗമുള്ളവരുണ്ട് റഹ്മാനെ. മെൻസസ് സംബന്ധമായ സഹനീയമായ വേദനയുള്ളവരുണ്ട് അല്ലാ. പടച്ചവനെ എല്ലാവരുടെയും രോഗം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഷിഫയാക്കണേ അല്ലാ. സിഹ്റ് കൊണ്ട് വിഷമിക്കുന്നവർ, മറ്റു കണ്ണേറുകൊണ്ട് വിഷമിക്കുന്നവർ, ഇശ്വി അന്ത ഷാഫി അമീൻ പറയുന്നവരുടെ മക്കളിൽ, മരുമക്കളിൽ, ചെറുമക്കളിൽ, ഭർത്താക്കന്മാരിൽ, അല്ലാഹുവേ വയോവൃദ്ധരായ ഉപ്പമാരിൽ, ഉമ്മമാരിലുള്ള ഇടങ്ങേറുകൾ നീ മാറ്റണേ അല്ലാ. ഞങ്ങൾക്കുണ്ടാകുന്ന മടി അല്ലാഹുവേ ഇബാദത്ത് ചെയ്യാൻ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ എത്രയെത്ര നിസ്കാരങ്ങളാണ്, ഇബാദത്തുകളാണ് ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുന്നത്. അല്ലാഹുവേ ഒരു ടൈം ടേബിൾ വെച്ച് കഴിഞ്ഞാൽ പോലും എത്ര ഖളാ വീട്ടിയാലും തീരാത്ത ഇബാദത്തുകളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അല്ലാഹുവേ ഇനിയും ഇതുപോലെ ആയാൽ ഞങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് 5 നേരം നിസ്കരിക്കാൻ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ വലിയ ഫത്ഹ് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാവ് കൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. ഈ റബ്ബേ വെള്ളിയാഴ്ച രാവാണ് കഴിഞ്ഞു പോയത്, വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങളിൽ നിന്നും കഴിഞ്ഞു പോയത്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബേ ഈ കഴിഞ്ഞു പോയ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് റഹ്മാനായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഉപ്പയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയും ഞങ്ങൾ ധാരാളം സമയം മുത്തുനബി തങ്ങളുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ആ ഹുജ്റ ഷരീഫിൽ മുത്തുനബി തങ്ങളെ നേരിട്ട് നോക്കിക്കൊണ്ട് സമർപ്പിച്ച എല്ലാ സമർപ്പണവും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഇതിനേക്കാളും ഉപരി റാഹത്തോടുകൂടി അടുത്ത വർഷം ഞങ്ങൾക്ക് മജ്ലിസ് നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളായ ഫലസ്തീനികൾ, അല്ലാഹുവേ ഞങ്ങൾക്കറിയുന്ന ഒരുപാട് സഹോദരന്മാർ ഫലസ്തീനികളിലുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട് റബ്ബേ. ഇപ്പോഴും ഫലസ്തീനിലുള്ളവർ ഞങ്ങളോടൊപ്പം മദീനയിലുണ്ട്, ഒരുപാട് പാവങ്ങൾ ഞങ്ങളോടൊപ്പം മദീനയിലുണ്ട്. അല്ലാഹുവേ ഒരുപാട് പാവപ്പെട്ടവർ അവരുടെ നീറുന്ന വേദനിക്കുന്ന അവസ്ഥകൾ അറിയിച്ചു. പടച്ചവനെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് സ്വലാത്ത് തന്നുകൊണ്ടിരുന്ന പലരും ഇന്ന് ഷഹീദാണ്. അല്ലാഹുവേ
അവരുടെ എല്ലാം ഖബറിടത്തിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിക്കണേ അല്ല. അറിയുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് ശുഹദാക്കളായിരിക്കുന്നത്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകി ആ ഫലസ്തീനികൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് ഉപ്പയുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ല. ശുഹദാക്കളെ പട്ടികയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആഫിയത്തോടു കൂടിയിരിക്കുന്നവരാണ്. മരണപ്പെട്ടു പോയ ഇബാദത്തോ സൽക്കർമ്മങ്ങളോ ചെയ്തുകൊണ്ട് റബ്ബേ ഖബറിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കും നന്മകൾ ചെയ്യാൻ ആഫിയത്തുള്ള കാലം തൗഫീഖ് നൽകി ഞങ്ങളും നാളെ ഖബറിൽ കിടക്കുന്ന സമയം ഞങ്ങളെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ. അവസാനം ഈമാനോടുകൂടി കലിമ ചൊല്ലി റബ്ബേ പരിശുദ്ധ മദീന മുനവ്വറയിൽ അന്തിയുറങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലോ. തൗഫീഖ് നൽകണേ അല്ലോ. തൗഫീഖ് നൽകണേ അല്ലോ. പരിശുദ്ധ റജബ് മാസം വരികയാണ്, ശഅബാൻ മാസം വരികയാണ്, റമളാൻ മാസം വരികയാണ്. പടച്ചവനെ, റമളാൻ മാസത്തിൽ ഖുർആൻ വഖഫ് ധാരാളം ചെയ്യുന്നവരുണ്ട്, സ്വതഖ ചെയ്യുന്നവരുണ്ട്. നോമ്പ് തുറയിലേക്ക്, ഹറമിലുള്ള നോമ്പ് തുറയിലേക്കും അതുപോലെ തന്നെ പാവങ്ങൾക്കുള്ള സ്വതഖയിലേക്കും തരുന്നവർക്കെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്തിനെ നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي يمين 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 وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي
ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أدركنا يا رسول الله، نجنا يا حبيب الله، انظر حالنا يا رسول الله. يلا يا اخوان، يلا يا اخوان، بارك الله فيكم. لا توقف رجال على المسار. افسح يا حجي، لا توقف على المسار، بارك الله فيك. يلا هذا يا اخوان لا توقفون على المسار. السلام هلا حي الله. بارك طيب. يا اخوان لا توقف على المسار. يلا عبد الرحمن استعجل استعجل. يلا يا شيخ. يلا يا عبد الرحمن لا توقف. بارك الله فيك. يلا يا شيخ.